ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ബാക്കി വന്ന ദോശമാവ് കൊണ്ട് നല്ലൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. വെറും 5 മിനിറ്റേ വേണ്ടൂ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ. കേക്കൊക്കെ പോലെ നല്ല പഞ്ഞി പോലുള്ള ഒരു പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായി ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിന്ന് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത് ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ്. ഇത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇതുപോലെ കുറച്ച് കോക്കനട്ട് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വളരെ കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ദോശമാവ് ബാക്കിയുള്ളത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ഉഴുന്നും അരിയും കൂടി ചേർത്ത് അരച്ചെടുത്ത ദോശമാവാണിത്. ഇനി നമുക്ക് ദോശമാവ് ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു കുഴി മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഏകദേശം ഒരു പകുതി വരെ മാത്രമേ ഒഴിച്ചു കൊടുക്കണ്ടൂ. അപ്പോൾ നമ്മൾ എല്ലാ കുഴികളിലും ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നടുവിലായിട്ട് കുറച്ച് ന്യൂട്ടെല്ലയോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ചോക്ലേറ്റോ വെച്ച് കൊടുക്കാം. ഞാനിന്ന് ഇതിന് മുകളിലായിട്ട് ഹോം മെയ്ഡ് ന്യൂട്ടെല്ലയാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ന്യൂട്ടെല്ലയുടെ റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഇനി നിങ്ങളുടെ കയ്യിൽ ന്യൂട്ടെല്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ചോക്ലേറ്റ് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇത് നമ്മൾ എല്ലാത്തിലും ന്യൂട്ടെല്ല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഇതുപോലെ വീണ്ടും മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ആ ഒരു കുഴി നിറയുന്നത് വരെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. നമ്മൾ സാധാരണ ദോശയൊക്കെ വേവിച്ചെടുക്കുന്ന ആ ഒരു ടൈമേ വേണ്ടൂ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞു. കാണുമ്പോൾ തന്നെ നല്ല പഞ്ഞിക്കെട്ട് പോലെയുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ തന്നെ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാകും. നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ ഭാഗം കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടും. മറിച്ചിട്ട് കൊടുത്ത് അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഒരു മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് പലഹാരം മുഴുവൻ നമ്മൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഉണ്ടാകും. നടുക്ക് ഇതുപോലെ ചോക്ലേറ്റ് ഉണ്ടാകും. ഇത് കാണാൻ കറക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് പോലെയാണുള്ളത്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റാണിത്. ഇത് ഞാനുണ്ടാക്കിയ ദോശമാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതും ഇത്രയും സോഫ്റ്റ് ആയത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ വീട്ടിൽ ദോശമാവ് ബാക്കിയുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.